14-ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. സപ്തസ്വരങ്ങൾ കൊണ്ട് മഴവില്ലൊരുക്കി 5 അതുല്യ പ്രതിഭകൾ. മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും മൊഴിയും അരങ്ങുതീർത്ത വിധി നിർണയിക്കാനാകാത്ത പോരാട്ടം. മാപ്പിളപ്പാട്ടിന്റെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും വിജയി? ഹൃദയ താളം മുറുകിയ നിമിഷങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ പ്രിയ ഗായകർ വിജയ് യേശുദാസും ജ്യോത്സ്നയും. ഭാവരാഗ താളലയ മേളങ്ങളുടെ വർണ്ണം വിതറി 14-ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഷാഹേ നൂർ മുഹമ്മദേ നബി തോഹ താജ് മദീന രേ. ഷാഹേ നൂർ മുഹമ്മദേ നബി തോഹ താജ് മദീന രേ. സുരപതി എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ. ഈ ഫൈനലെത്തിയതിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് വരട്ടെ. ഹക്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 വർഷം ആ കുട്ടിയെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. BA-ക്ക് 3 വർഷം, MA-ക്ക് 2 വർഷം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കുട്ടിയെ മാപ്പിളപ്പാട്ടിനെ പറ്റിയിട്ടൊരു പ്രോജക്റ്റായിരുന്നു ചെയ്തിരുന്നത്. MA-ക്ക് വളരെ നന്നായിട്ട് ചെയ്തിരുന്നു. അത് നല്ലൊരു റിസർച്ച് വർക്കൊക്കെ നടത്തി ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. പിന്നെ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിരുന്നു, നല്ലൊരു കുട്ടിയായിരുന്നു. അയാളിപ്പോൾ ഇവിടെ ഫൈനലിന് വന്നു എന്നുള്ളത് മനസ്സിലായി, സന്തോഷമുണ്ട്. ഇപ്പോൾ രമേശ് നാരായൺ സാറിൻ്റെ വർക്ക് എന്തോ ചെയ്തു എന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. ഏതായാലും നല്ലൊരു ഭാവി ഹക്കീമിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സപ്തസ്വരങ്ങൾ കൊണ്ട് മഴവില്ലൊരുക്കി 5 അതുല്യ പ്രതിഭകൾ. മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും മൊഴിയും അരങ്ങുതീർത്ത വിധി നിർണയിക്കാനാകാത്ത പോരാട്ടം.
മാപ്പിളപ്പാട്ടിന്റെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും വിജയി? ഞാൻ 14ാവ് സീസൺ 4 തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ചാനലിലെ എല്ലാ പാട്ടുകളും മിസ്റ്റേക്സും അതുപോലെ ചാനലിലെ എല്ലാ പാട്ടുകളും എനിക്ക് ക്ലിയർ ആക്കി തരുന്നത് അഷ്റഫ് മഞ്ചേരി സാറാണ്. ഇപ്പോൾ സീസൺ 4 ന്യൂ സോങ് 2 പ്രാവശ്യം ചെയ്യാനുള്ള അവസരം കിട്ടി. മുത്ത് റസൂലിൻ്റെ നാട്ടിലെ മുത്ത് ബിലാലിൻ്റെ ബാങ്കിലെ സത്യമം തൗഹീദിൻ സന്ദേശമായെത്തും സൗഭാഗ്യമണ്ണിലെ തന്നലേ. മുത്ത് റസൂലിൻ്റെ നാട്ടിലെ മുത്ത് ബിലാലിൻ്റെ ബാങ്കിലെ സത്യമം തൗഹീദിൻ സന്ദേശമായെത്തും സൗഭാഗ്യമണ്ണിലെ തന്നലേ. ആദ്യ സ്വഹാബിയാം ഹാറ്റൽ റസൂലിൻ്റെ ആനന്ദപൂവാം ബിലാലിൻ്റെ ആരും വിതുമ്പുന്ന ത്യാഗക്കടൽ കഥ നീയൊന്നു ചൊല്ലുമോ തെന്നലേ, നീയൊന്നു ചൊല്ലുമോ തെന്നലേ. മുത്ത് റസൂലിൻ്റെ നാട്ടിലെ മുത്ത് ബിലാലിൻ്റെ ബാങ്കിലെ സത്യമം തൗഹീദിൻ സന്ദേശമായെത്തും സൗഭാഗ്യമണ്ണിലെ തന്നലേ. മീഡിയ വണ്ണിൻ്റെ ചാനലിൽ ഇത്രയും ഫൈനൽ വരെ എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല നാടിൻ്റെ ഒരു പ്രസ്റ്റേജ് ഉയർത്തിയതിലും അവൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും, അവൻ്റെ ഉമ്മയ്ക്കും അവൻ്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള സക്കരിയ, റാഫി, എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഫൈനലിലെത്തിയ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ എൻ്റെ സീനിയേഴ്സിന് വേണ്ടി. ഓ ലാൽ മേരി തക്ക് रखिए भला जुड़े लालड़, ओ लाल मेरे तक रखिए भला जुड़े लालड़, जिंदड़ी रा देवड़ी रा सगी शबाज कलंदर, दमादम मस्त कलंदर अलीदा पहला नंबर, दमादम मस्त कलंदर अलीदा पहला नंबर. ओ लाल मेरे ओ लाल मेरे हिंद सिंध पीरा तेरे नौबत बाजे, हिंद सिंध पीरा तेरे नौबत बाजे. 14-ാം രാവിൽ മികച്ച വിജയം നേടാനായിട്ട് മുഹമ്മദ് അജ്മലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇരുവരവതിൽ അനുഗ്രഹത്തേൻ മാറി ചൊരിഞ്ഞുലകാകയിൽ ആലം പുകൾക്കും ആ താരവജിഹിനെ മദീനാപുരിയും ലോകരും വരവേൽക്കയാ.
മികച്ച വിജയം നേടാൻ അജ്മലിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിൽ തന്നെ അജ്മൽ എന്ന കുട്ടി മീഡിയ വണിലെ ഈ പ്രോഗ്രാമിലേക്ക് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തതിന് സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. അജ്മലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അജ്മൽ ക്ലാസ്സിലും അതുപോലെ തന്നെ കോളേജ് പ്രോഗ്രാമിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു അജ്മൽ 14 ഫൈനൽ റൗണ്ടിലെത്തിയതിലും. ഇനി എന്തായാലും അജ്മൽ ഗ്രാൻഡ് ഫിനാലിൽ വിന്നർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുന്നു. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലാ. അവൾ കാലത്തെണിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലാ. അവൾ കാലത്തെണിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. ഈ ഫൈനലിൽ കിരീടം സ്വന്തമാക്കാനുള്ള എല്ലാവിധ ഭാവുകങ്ങളും അതിലപ്പുറത്തേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ ഫൈനലിയേഴ്സ് എല്ലാവരും അജ്മലിൻ്റെ കൂടെ ഒരുമിച്ചുണ്ട്. അജ്മലിന് അതിൽ 1ാം സ്ഥാനം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അജ്മലിന് എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും. ആരംഭക്കനിയായ പുതുക്കപ്പെണ്ണ് മാനിമ്പം മുത്തായ മിടുക്കി പെണ്ണ്. ആരംഭക്കനിയായ പുതുക്കപ്പെണ്ണ് മാനിമ്പം മുത്തായ മിടുക്കി പെണ്ണ്. മെയ്യാകെ പൊന്നണിഞ്ഞും കണ്ണിൽ മയ്യണിഞ്ഞും കണ്ണഞ്ചും മാരനെ കാത്തു നിന്നേ. കണ്ണഞ്ചും മാരനെ കാത്തു നിന്നേ. ആരംഭക്കനിയായ പുതുക്കപ്പെണ്ണ് മാനിമ്പം മുത്തായ മിടുക്കി പെണ്ണ്. ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫൈനലിലേക്ക് എനിക്ക് എത്താൻ തന്നെ കഴിഞ്ഞത്. ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നീ പഠിച്ചോ, അടുത്ത റൗണ്ടിൽ പാട്ട് ഏതാ, അടുത്ത പാട്ടൊന്ന് പാടി തന്നേ എല്ലാവരും ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓരോന്ന് പാടി കൊടുക്കുമ്പോൾ നീ പാടുന്ന രസമുണ്ട്, അല്ലെങ്കിൽ നീ ആ പാടുന്നത് എനിക്ക് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കറക്ഷനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇൻസ്പിറേഷനായിരുന്നു എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ. എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം അവരെ സപ്പോർട്ട് എനിക്ക് കിട്ടിയുന്നുണ്ട്. You're the night, you're the color of my blood. You're the cure, you're the pain. You're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me to the dark, let me take you past those satellites. 14 രാവിലെ അവൻ ഫൈനലിലെത്തിയതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അവൻ തന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ
അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ. സന്തോഷമുണ്ട് ശ്രുതി ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. ഞങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടുകാർക്ക് ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ ശ്രുതി ഫൈനലിലൂടെ നല്ല ഒരു ഫസ്റ്റ് ഇതിലൂടെ നേടി വരുമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രുതി അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രുതി. ശ്രുതിക്ക് ഞങ്ങളുടെ കോളേജിൻ്റെ വക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റുഡൻസിൻ്റെ വക എല്ലാവിധ ആശംസകളും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എന്റെ മലിക്കുൽ ജബ്ബാറിന്റെ തിരുമുമ്പിലൊരിക്കൽ വീണു നമസ്കരിക്കും. ഞാൻ കീഴുതുവായിരിക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. BA മ്യൂസിക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ശ്രുതിയുടെ പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാവത്തോടു കൂടി പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ 14ാം രാവ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണിപ്പോൾ. അപ്പോൾ ഫൈനലിൽ നല്ലൊരു സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പാർവതി പരമേശ്വരി ശ്രീ പാഹി മാം പാർവതി പരമേശ്വരി ശ്രീ പാഹി മാം പാർവതി പരമേശ്വരി ശ്രീ പാഹി മാം പാർവതി പരമേശ്വരി. ഞങ്ങളുടെ കോളേജിലെ ശ്രുതി എന്ന വിദ്യാർത്ഥി ഇന്ന് ഫൈനൽ റൗണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കോളേജിന് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണിത്. അവൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ തന്നെ എത്തുന്നതിനായിട്ട് നമ്മുടെ കോളേജ് അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ശ്രുതി ഈ കോളേജിൽ ഫസ്റ്റ് ഇയർ മ്യൂസിക് വിദ്യാർത്ഥിനിയാണ്. 14ാം രാവ് എന്ന റിയാലിറ്റി ഷോയിൽ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അവൾക്ക് അതിൽ ഫസ്റ്റ് കിട്ടണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനു സലാമായി ചൊന്നേ. ഈര് ലോക ജയമണി നബിയുള്ള തിരുമുമ്പന്നേ ഈരൈ ദേശ മെലിഞ്ഞൊരു കിഴവനു സലാമായി ചൊന്നേ. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നുടയൻ കൊതി എന്ന് ചൊൽച്ചാറ്റി ഉന്നുടയ കിഴവൻ പുകൾ പോറ്റി. ചൊന്നവർ മന്നർ നബി കരമേറ്റി എന്നുടയൻ കൊതി എന്ന് ചൊൽച്ചാറ്റി ഉന്നുടയ കിഴവൻ പുകൾ പോറ്റി. പോറ്റിയുടെ പരതവൻ പ്രിയമോടെ ഹബീബുല്ലാവേ. പാട്ടിപ്പോൾ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. അവൾ നല്ല ഉയരങ്ങളിലെത്താൻ ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാടുന്നത് പാപമാണോ പാപിയാണോ ഞാനല്ല സ്വരമാ
ഫൈനലിലും നല്ലൊരു വിജയം നേടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മുത്തുവൈര കല്ലുവെച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം. താമരപ്പൂവിൻ്റെ മൊട്ട് കൊരുത്ത മാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്, ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്. പടപ്പെല്ലാം പടച്ചോരു പടച്ചവനല്ലാവിൻ പവിത്രമാം നാമത്തെ വാഴ്ത്തിടുന്നു. പടപ്പെല്ലാം പടച്ചോരു പടച്ചവനല്ലാവിൻ പവിത്രമാം നാമത്തെ വാഴ്ത്തിടുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏകനാഥൻ റസൂലിൻ്റെ കനിവെന്നും, പ്രപഞ്ചത്തിൻ ഏകനാഥൻ റസൂലിൻ്റെ കനിവെന്നും പെരുന്നാൾ ചന്ദ്രിക പോലെ നിറഞ്ഞിടുന്നു. പടപ്പെല്ലാം പടച്ചോരു പടച്ചവനല്ലാവിൻ പവിത്രമാം നാമത്തെ വാഴ്ത്തിടുന്നു. 14ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. സപ്തസ്വരങ്ങൾ കൊണ്ട് മഴവില്ലൊരുക്കി 5 അതുല്യ പ്രതിഭകൾ. മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും മൊഴിയും അരങ്ങു തീർത്ത വിധി നിർണയിക്കാനാകാത്ത പോരാട്ടം. മാപ്പിളപ്പാട്ടിന്റെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും വിജയി? ഹൃദയ താളം മുറുകിയ നിമിഷങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ പ്രിയ ഗായകർ വിജയ് യേശുദാസും ജ്യോത്സ്നയും. ഭാവരാഗ താളലയ മേളങ്ങളുടെ വർണ്ണം വിതറി 14ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. 14ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. സപ്തസ്വരങ്ങൾ കൊണ്ട് മഴവില്ലൊരുക്കി 5 അതുല്യ പ്രതിഭകൾ. മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും മൊഴിയും അരങ്ങു തീർത്ത വിധി നിർണയിക്കാനാകാത്ത പോരാട്ടം. മാപ്പിളപ്പാട്ടിന്റെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും വിജയി? ഹൃദയ താളം മുറുകിയ നിമിഷങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ പ്രിയ ഗായകർ വിജയ് യേശുദാസും ജ്യോത്സ്നയും. ഭാവരാഗ താളലയ മേളങ്ങളുടെ വർണ്ണം വിതറി 14ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. മൈലാഞ്ചി അരച്ചല്ലോ മലർക്കൈയിൽ പതിച്ചല്ലോ മൈക്കണ്ണിൻ കിനാവിവളൊളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. മൈലാഞ്ചി അരച്ചല്ലോ മലർക്കൈയിൽ പതിച്ചല്ലോ മൈക്കണ്ണിൻ കിനാവിവളൊളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. എനിക്ക് തോന്നുന്നത് 14ാം രാവിലെ ഏറ്റവും ചെറിയ ഒരു കണ്ടസ്റ്റൻ്റാണ് നർമ്മദ. ഏറ്റവും പ്രായം കുറഞ്ഞൊരു കണ്ടസ്റ്റൻ്റാണ് നർമ്മദ.
നർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കലാപരമായ കാര്യങ്ങളിൽ മാത്രമല്ല പഠനത്തിലും തൻ്റേതായ കഴിവ് തെളിയിക്കുന്നൊരു കുട്ടിയാണ് നർമ്മദ. നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് 14 രാവിലെ ഒരു വിജയി തന്നെയായിരിക്കും നർമ്മദ. ഫൈനൽ റൗണ്ടിൽ എത്തിച്ചേർന്ന നർമ്മദയ്ക്ക് 1ാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചോർന്നൊലിക്കും കൂരയ്ക്കുള്ളിൽ വാർന്നൊലിക്കും മിഴികളുമായി കാത്തിരിക്കുന്നു സുബ്ഹാനേ. ജീവന്റെ ജീവനായ മാരനെ, എൻ്റെ ജീവന്റെ ജീവനായ മാരനെ, നീട്ടി കൈകൾ നിന്നിലേക്ക് തേട്ടം മേഘമൂർന്നതാക്ക് കാത്തിടേണ കനിയായ തോഴനേ, ജീവന്റെ ജീവനായ മാരനെ, എൻ്റെ ജീവന്റെ ജീവനായ മാരനെ. ചോർന്നൊലിക്കും കൂരയ്ക്കുള്ളിൽ വാർന്നൊലിക്കും മിഴികളുമായി കാത്തിരിക്കുന്നു സുബ്ഹാനേ, ജീവന്റെ ജീവനായ മാരനെ, എൻ്റെ ജീവന്റെ ജീവനായ മാരനെ. നർമ്മദയെ പോലെയുള്ള കുട്ടിയെ സംഗീതം പഠിപ്പിക്കാൻ എനിക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. കാരണം എന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടിലായാലും അതുപോലെ കർണാടക സംഗീത പഠനത്തിലായാലും ലളിത സംഗീതത്തിലായാലും കവിതാ ആലാപനത്തിലായാലും വളരെയധികം മികവ് കാട്ടിയിട്ടുള്ള കുട്ടിയാണ് നർമ്മദ. മധുര സ്വപ്നങ്ങളെ മാദക സ്വപ്നങ്ങളെ നിളയും നിലാവും കാഞ്ചന സ്വപ്നവും നിളയും നിലാവും കാഞ്ചന സ്വപ്നവും തെളിയുന്ന മാഞ്ചിത വർണ്ണങ്ങളെ തെളിയുന്ന മാഞ്ചിത വർണ്ണങ്ങളെ മഴമേഘങ്ങളെ മധുര സ്വപ്നങ്ങളെ മാദക സ്വപ്നങ്ങളെ बागो मेरा कानो नातो बागो मेरा कानो नातो पलु गगरादा बादा बागो मेरा कानो नातो पलु गगरादा वादा बागु मेरा कानूना दो पलू गगरादा वादा बागु मेरा कानूना दो पलू गगरादा वादा बागु मेरा कानूना दो पलू गगरादा वादा बागु मेरा कानूना दो.
രാവ് എന്ന പ്രോഗ്രാമിലും പങ്കെടുത്ത് മികച്ച സ്ഥാനം ആ കുട്ടി നേരിട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. പുണ്യം ചൊരിഞ്ഞിടുന്നു. അല്ലാഹു 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 അല്ലാഹു. ഞങ്ങളിവിടെ 5 വർഷമായിട്ട് പഠിക്കുകയാണ്. വൈകാശിൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയതിൽ തന്നെ അഭിമാനം കൊള്ളുന്നു. ഒരു ഗായകൻ എന്നതിലുപരി പഠിത്തത്തിലും മികവ് കാട്ടുന്ന ഒരു കലാപ്രതിഭയാണ് വൈകാശ്. അവൻ ഈ മീഡിയ വണ്ണിലെ 14-ാം രാവ് പരിപാടിയിൽ വിന്നറാവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. കാലത്തെന്നും നിഴൽ പോലെ കൂടെ നടന്നൊരു പെണ്ണ്, മുഞ്ചിൻ മൈലാഞ്ചി കയ്യിൽ മധുരങ്ങൾ എന്നും കരുതുന്ന പെണ്ണ്. പള്ളിക്കൂട കാലത്തെന്നും നിഴൽ പോലെ കൂടെ നടന്നൊരു പെണ്ണ്, മുഞ്ചിൻ മൈലാഞ്ചി കയ്യിൽ മധുരങ്ങൾ എന്നും കരുതുന്ന പെണ്ണ്. ചൊവ്വാനിലാവിൻ്റെ ചേലുള്ള പുഞ്ചിരി ഇന്നോർത്തു പോകുമ്പോൾ നോവാർന്ന പൂത്തിരി, തുമ്പപ്പൂവെൺമയിൽ മിന്നും കിനാവിൻ്റെ പൊന്നിലും പൊന്നൊത്ത ബാല്യസഖി, പൊന്നിലും പൊന്നൊത്ത ബാല്യസഖി. പള്ളിക്കൂട കാലത്തെന്നും നിഴൽ പോലെ കൂടെ നടന്നൊരു പെണ്ണ്, മുഞ്ചിൻ മൈലാഞ്ചി കയ്യിൽ മധുരങ്ങൾ എന്നും കരുതുന്ന പെണ്ണ്. വൈകാശ് ഞങ്ങളുടെയും ഈ മേപ്പേര് സ്കൂളിൻ്റെയും തന്നെ അഭിമാനമാണ്. ഈ പ്രോഗ്രാമിൽ വൈകാശ് 1-ാം സ്ഥാനത്ത് തന്നെ എത്തണമെന്ന് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവനിടം കൈയേന്തുങ്കൾ അവൻ ഇല്ല
என்று சொல்லுவதில்லை. பொறுமையுடன் கேட்டு பாருங்கள், அவன் பொக்கிஷத்தை மூடுவதில்லை. இறைவனிடம் கையேந்துங்கள், അവൻ ഇല്ല എന്ന് சொல்லுவதில்லை. വൈകാശ് ഞങ്ങളുടെ പൂക്കാട് കലാലയം എന്ന മലബാറിലെ ഒരു വലിയ കലാസ്ഥാപനത്തിൽ ഒരു 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഞങ്ങൾക്ക് സ്ഥാപനത്തിന് അഭിമാനം നൽകുന്നൊരു കുട്ടിയാണ്. സംഗീതം പോലെ തീർത്തും സൗമ്യവും ശുദ്ധവുമാണ് വൈകാശിൻ്റെ സ്വഭാവ രീതിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഉയർച്ചകൾ പ്രിയപ്പെട്ട വൈകാശിന് ഉണ്ടാകുന്നത്. വൈകാശിന് ശരിക്ക് വളരെ ഭാഗ്യമുള്ള കുട്ടിയാണെന്ന് ഞാൻ പറയും. ഒന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിലുപരി വലിയ പിന്നണി ഗായകരായിട്ടുള്ള ശുദ്ധ സംഗീതത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പാടാൻ കഴിയുന്നു. അവർ വൈകാശിനെ വിലയിരുത്തുന്നു. ലളിത സംഗീതത്തിൻ്റെ വളരെ സൗമ്യമായ വശമായ വേണുഗോപാലിനെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ പാടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വൈകാശിൻ്റെ ഭാഗ്യമാണ്. അഷ്റഫുൽ ബശറോരെ ഹാത്തിമുൻ നബിയോരെ, അഷ്റഫുൽ ബശറോരെ ഹാത്തിമുൻ നബിയോരെ, മഹ്ശറ നാളിലെ ശഫാഅത്തിനുടയോരെ, മഹ്ശറ നാളിലെ ശഫാഅത്തിനുടയോരെ, അജ്ഞത മുറ്റിയ അറേബ്യ തൻ മണ്ണിൽ, അജ്ഞത മുറ്റിയ അറേബ്യ തൻ മണ്ണിൽ അനുഗ്രഹ താരമായി ഉദിച്ചുയർന്നോരെ, അനുഗ്രഹ താരമായി ഉദിച്ചുയർന്നോരെ, അന്ത്യദൂതരെ അന്ത്യദൂതരെ അംബിയാ താജരെ, അന്ത്യദൂതരെ അംബിയാ താജരെ, ഇരുലോക വിജയ പാത തന്ന തിങ്കളേ സലാം, മുത്ത് റസൂലേ നൂറേ സലാം, മുത്ത് ഹബീബേ ദൂതരേ സലാം. സപ്പ മപധ ധനി പ മമ പധനി നീ പധനി സ സരേനി പാധമ സരി സ സപധ മമ പഗരെ സരേനി സ സ മഗരെ സ സ. പതിനാലാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ. സപ്തസ്വരങ്ങൾ കൊണ്ട് മഴവില്ലൊരുക്കി 5 അതുല്യ പ്രതിഭകൾ. മാപ്പിളപ്പാട്ടിന്റെ മുഞ്ചും മൊഴിയും അരങ്ങു തീർത്ത വിധി നിർണയിക്കാനാകാത്ത പോരാട്ടം. മാപ്പിളപ്പാട്ടിന്റെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും വിജയി? ഹൃദയ താളം മുറുകിയ നിമിഷങ്ങൾക്ക് കൂട്ടായി നിങ്ങളുടെ പ്രിയ ഗായകർ വിജയ് യേശുദാസും ജ്യോത്സ്നയും. ഭാവരാഗ താളലയ മേളങ്ങളുടെ വർണ്ണം വിതറി 14-ാം രാവ് സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ.